guys, welcome back to my YouTube channel Vlog Tales by Adarsh. So ഇന്നത്തെ വീഡിയോ ഞാനൊരു സ്റ്റഡി വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിലാകെ ഞാൻ ഒന്നോ രണ്ടോ സ്റ്റഡി വ്ലോഗ്സ് ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് അതിനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി തികഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. ഞാൻ തന്നെ മറന്നു എങ്ങനെയാണ് ആക്ച്വലി ഞാൻ സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ ചെയ്തിരുന്നതെന്ന്. സോ ഫൈനലി ഐ ഡിസൈഡഡ് ഇന്ന് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള ലീവാണ്. അപ്പോൾ ഞാൻ വേൾഡ് കപ്പാണ് എണീച്ചതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ട് ഞാൻ 11:30 ശേഷം ഞാൻ പഠിച്ചിട്ടില്ല. ആൻഡ് ഞാൻ രാവിലെ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 5 മണിക്കൊക്കെ എണീക്കാറുള്ളൂ. അതാകെ 2 തവണ എന്തോ എണീച്ചിട്ടുള്ളൂ. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി മാത്രം എൻ്റെ ഉറക്കം ഉളച്ചു. 4:30 ഞാൻ ഉറങ്ങാൻ പോയത് ആദ്യമായിട്ടാണ്. കുറേ പേർക്ക് ഇത് കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നും, പക്ഷെ ഞാൻ ഉറക്കത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ്. 10 മണിക്ക് എണീച്ചതും മനസ്സോടെയാണ്. ബട്ട് ഒരുപാട് വർക്ക്സ് എൻ്റെ പുറകിൽ പെൻഡിങ് ആണ്. അപ്പോൾ എണീച്ചേ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചത് എളുപ്പമായിരിക്കും, വി ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ബട്ട് ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ ബുക്ക് തുറന്നപ്പോഴേക്കും കണ്ണൊക്കെ നല്ലോണം വേദനിക്കുന്നുണ്ട്. ബട്ട് ഹൗ എവർ നമുക്ക് ഇന്നത്തെ ടാസ്ക് എല്ലാം ചെയ്യണം. ആൻഡ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മേ ബി ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്യും. സോ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഐ ഹാവ് ടു സ്റ്റഡി അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ. ബിക്കോസ് എനിക്ക് നാളെ മിഡ് ടേമിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ഈ ആഴ്ച ഭയങ്കര ഡിലേ ആകാനുള്ള റീസൺ ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ തൊട്ട് ഈ ആഴ്ച ഇപ്പോൾ വരുന്ന ആഴ്ച വരെ എനിക്ക് കണ്ടിന്യൂസ് ടെസ്റ്റ് പേപ്പേഴ്സ് ആയിരുന്നു. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എനിക്ക് ഒരുപാട് പെൻഡിങ് വർക്ക്സ് കിടപ്പുണ്ട്. കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനുള്ള തൊട്ട് മുമ്പ് വരെ ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. അത് കാരണം എനിക്ക് 1 മാസമാണ് പെൻഡിങ് ഉള്ളത്. സോ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഭയങ്കര ഡിലേ ആയി പോയത്. പക്ഷേ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി പ്ലാനിങ് ടു സ്റ്റാർട്ട് എ സീരീസ് കോൾഡ് റീസെറ്റിംഗ് മൈ ഡേയ്സ് ആഫ്റ്റർ ദ ഹോസ്പിറ്റൽ ഡേയ്സ്. ലൈക്ക് അങ്ങനെ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വീഡിയോസ് ഒരു 3 എപ്പിസോഡ് പോലെ എടുത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ എടുത്ത സമയം കിട്ടിയിട്ടില്ല. അതും ഈ മിഡ് ടേം ആയിട്ട് ഞാൻ കോപ്പപ്പ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ രണ്ടും ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ആയിരുന്നു. അതും നമുക്ക് പറ്റിയാൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങണം. സോ ലെറ്റ്സ് ബിഗിൻ അവർ വീഡിയോ. ആൻഡ് ഡിസ്ക്ലൈമർ, 10 മണിക്ക് ഞാൻ എണീച്ചു. പക്ഷെ ഇപ്പോൾ 12 മണിയായിട്ടുണ്ട് സമയം. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സമയമൊക്കെ എങ്ങനെ പോയി എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. മേ ബി ഐ വാസ് അപ്പോൾ ഞാനങ്ങനെ ഒരു 12-12:30 ആയപ്പോൾ പഠിക്കായിരുന്നു. എൻ്റെ ഹൈ പ്രൊഡക്റ്റീവ് ടൈം എന്നൊക്കെ പറയുന്ന ഒരു 9 മണി അല്ലെങ്കിൽ ആ ഒരു ടൈമാണ്. 12 മണിക്കൊക്കെ സത്യം പറഞ്ഞാൽ ബ്രേക്ക് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മൈൻഡാണ്. സോ എങ്ങനെയാണ് വ്ലോഗ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ടച്ച് വിട്ടുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ വീഡിയോ തന്നെ കണ്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അക്കൗണ്ടൻസിയുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കി. പിന്നെ PDF എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം ഞാൻ അന്ന് പഠിച്ചു വെച്ചത്. സോ ഞാൻ നടന്ന് പഠിക്കാൻ വിചാരിച്ചു. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് പഠിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഐഡൻറ്റിഫൈ യുവർ ടൈപ്പ്. ചിലവർക്ക് ഒച്ചയ്ക്ക് വായിച്ചു പഠിക്കാനായിരിക്കും, ചിലർക്ക് സൈലൻ്റ് ആയിട്ട് മനസ്സിൽ വായിച്ചു പഠിക്കണം. അങ്ങനെയാണ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് വിശന്നപ്പോൾ ഞാൻ 1 മണിക്ക് ഫുഡ് കഴിക്കായിരുന്നു. 2:30 സമയം. എൻ്റെ പഠിത്തം എവിടെയൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് എങ്ങനെ പഠിക്കാമെന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെ പഠിക്കാൻ പോകുന്നതെന്നൊരു ഊഹം പറഞ്ഞുതരാം. ഫോൺ ഫിക്സ് ചെയ്ത്. സോ ഫസ്റ്റ് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തിയറി ഒന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് തിയറീസ് പ്രോബ്ലംസ് ഉൾപ്പെടെ ചുമ്മാ ഒന്ന് വായിച്ചു പോയി. അതിനുശേഷം ഓരോ ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലം ചെയ്യാൻ വിചാരിച്ചു. സോ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ആ സംഭവം അത് 2 മെത്തേഡിൽ നിന്നും 2 പ്രോബ്ലം ചെയ്യാൻ വിചാരിച്ചു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് ഒരു ചോദ്യം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റലും ഡ്രോയിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അതും കുഞ്ഞു കണക്കല്ലേ, അത് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. ഇതെല്ലാം നമുക്ക് ചെയ്യണം. ആൻഡ് ഇത് ഞാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അപ്പം നോട്ട്സിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പനി വരുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Already they prepare a problem question of fluctuating capital method by including all ഡെബിറ്റും ക്രെഡിറ്റും ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവരതാ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും എൻട്രീസും എല്ലാം വരുന്നുണ്ട്. ഞാനങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്, അത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെ ചെയ്യാണ്. എനിക്ക് എന്താ അറിഞ്ഞൂടെ, അക്കൗണ്ടൻസി പഠിക്കാൻ നല്ലോണം ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം വന്ന് 4 മണിയായിട്ടുണ്ട്. ഞാനിപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ വരുന്നുണ്ട്. ആക്ച്വലി മാത്സിനെക്കാട്ടും ടൈം കൺസ്യൂമിങ് അക്കൗണ്ടൻസി പഠിക്കുന്നതിലാണ്. എന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. ആൻഡ് ഓൾസോ ഐ തോട്ട് ടു സ്കിപ്പ് മൈ മീൽസ് ടുഡേ, which is actually ഒരു അൺഹെൽത്തി ഹാബിറ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ബ്രെഡ് കഴിക്കാൻ വിചാരിച്ചു, വിച്ച് ഇസ് മൈ ഫേവറേറ്റ്. ആൻഡ് ഫൺ ഫാക്ട് എന്ന് വെച്ചാൽ നാളെ എക്സ്പയറി ഡേറ്റ് കഴിയും. ഇന്നലെയൊക്കെ നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത്
തിന്നാതിരുന്നത്. അമ്മി വൈകുന്നേരത്തേക്ക് നല്ല ഫ്രൈഡ് റൈസും ചില്ലി ഗോപി ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചു. അതിന് പകരം ഞാൻ ഈ ചോക്ലേറ്റ് ബ്രെഡും ലേസൊക്കെ കഴിച്ചു. പുതിയ കളറിലെ ലേസ് കാണുമ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. അങ്ങനെ ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ അക്കൗണ്ടൻസി മൊത്തം കംപ്ലീറ്റ് ഉണ്ട്. ഈ റെഡ് പേന വെച്ച് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ പെന്നോണിക്കിന്റെ ബ്ലാക്ക് പേന വാങ്ങാൻ അമ്മീനെ പറഞ്ഞിട്ടാണ്. അമ്മി റെഡാണ് മേടിച്ചുകൊണ്ടെന്നാ. അപ്പം അതെങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിച്ച് തീർക്കണ്ടേ. പിന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായില്ല. അത്രയും വൈകൊണ്ട് ഞാൻ മുടിയൊക്കെ ഉണങ്ങാൻ പാടായിരിക്കും. അപ്പം മേലെ എഴുതാൻ വിചാരിച്ചു. പിന്നെ അന്നത്തെ ദിവസം മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. എന്ത് കരുത്തനാണാവോ എന്തോ. രാത്രി മാത്സോ ഹിന്ദിയോ നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഒരു മൂടുണ്ടായില്ല. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. സംഭവം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ചെറിയ ചെറിയ റീൽസ് ഒക്കെ ഇടാറുണ്ട്. ഒരുപാട് സിനിമ കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കും അതേപോലെ കുഞ്ഞു കുഞ്ഞു റീൽസ് ഒക്കെ എടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ അതേപോലെ എൻ്റെ കയ്യിലുള്ള സ്റ്റോറീസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് വെക്കും. സോ ഞാനിവിടെ എൻ്റെ വ്ലോഗ് നിർത്താണ്. ഇപ്പൊ തന്നെ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറങ്ങാൻ പോണേ ഉള്ളൂ. ആൻഡ് നാളെ രാവിലെ എണീക്കല് കുറച്ച് കഷ്ടമായിരിക്കും. 9 മണിക്ക് സ്കൂളിലെത്തിയാൽ മതി. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അക്കൗണ്ടൻസി ഒരു ചാപ്റ്റർ നല്ല വൃത്തിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് നാളത്തെ ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. മാത്സും ഹിന്ദിയും ഇരിക്കട്ടെ, സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വലിയ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഇതേപോലെ ഒന്നും നടക്കാത്ത ദിവസങ്ങളുണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ സ്റ്റഡി വ്ലോഗ്സ് ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ എനിക്കതാണ്. പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.